പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. വയനാട് മുണ്ടൽക്കൈ ചൂരൽമല ദുരന്തത്തിൽ 22 കോൺഗ്രസ് MLA മാരിൽ വെറും 7 പേർ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. അതുമാത്രമല്ല, UDF MP മാരിലും 6 UDF MP മാർ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ഭൂരിപക്ഷം പേര് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതെങ്ങനെയാണ് നോക്കിയത്? അല്ല, ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒന്നിക്കേണ്ടതാണല്ലോ. ജനം ആഗ്രഹിക്കുന്നതാണ്. ജനമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഒന്നിക്കണം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കി പരിശോധിച്ചാൽ, ഒരു പ്രതിസന്ധി വന്നാൽ സർക്കാർ ആര് എന്ന് നോക്കാതെ എല്ലാവരും ഒന്നിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില രീതികൾ വരുന്നു. അത് കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എങ്ങനെയത് വരാൻ കാരണം? ഇപ്പോൾ ചില കൺസൾട്ടൻറ്റുമാർ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുകയാണ്. ഇപ്പോൾ കനകോലു ഇവിടെ ഒരു കൺസൾട്ടൻ്റായി കഴിഞ്ഞ 3-4 കൊല്ലം വർക്ക് ചെയ്യുന്നു. ഒരു മാസം കനകോലുവിന് കൊടുക്കുന്ന കോടികളെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല. ആ കനകോലു ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ഇവിടെ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കേണ്ടതില്ല എന്ന കനകോലു സിദ്ധാന്തം ഉൾപ്പെടെ ഇവിടെ ചിലർ നടപ്പിലാക്കുകയാണ്. അപ്പോൾ കേരളത്തിന് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, വ്യത്യസ്തമാണ്. ഇപ്പോൾ ചൂരൽമല ദുരന്തത്തിൽ സഹായം നൽകുക എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണ മനുഷ്യൻ അവിടെ ദുരിതബാധിതർക്കുള്ള കൈത്താങ്ങാണ്. അതിൽ നിന്ന് മാറി നിന്ന് സർക്കാരിനെ പരാജയപ്പെടുത്തി സർക്കാർ അതിലൊരു പരാജയമാണെന്ന് സ്ഥാപിക്കുക എന്നാണല്ലോ ഇതിൻ്റെ തന്ത്രം. അതിൻ്റെ ദോഷം അനുഭവിക്കുക ആരാ? സാധാരണ മനുഷ്യരാണ്, അവിടുത്തെ ദുരന്തബാധിതരാണ്. ഇത്തരം രീതി നേരത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതി കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം ഇത്തരം കൺസൾട്ടന്റുമാരാണ്. ഈ കൺസൾട്ടന്റുമാർ നാളെ ഈ പറയുന്ന പാർട്ടികൾക്ക് തന്നെ അപകടം ചെയ്യും.